ഇടയ്ക്ക് കുറച്ച് ദിവസം ഗ്രൂപ്പ് നോക്കിയപ്പോ ഉറങ്ങിക്കിടക്കുന്നതായിട്ട് കണ്ടായിരുന്നു. അത് ഈ അവധി ദിവസങ്ങളിലായിരിക്കും, എല്ലാരും ബിസി ആയിരുന്നു, അതുകൊണ്ടാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. എന്താ ലേറ്റ് ആയേ? ഗുഡ് മോർണിംഗ് മാം. എന്താണ് ഗ്രൂപ്പിൽ ഭയങ്കര ചർച്ചയാണ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ വിചാരിച്ചിരുന്ന ക്ലാസ് ഉണ്ടാവില്ല. കുറച്ച് ലേറ്റ് ആയി പോയി എത്താനായിട്ട്. ഓക്കെ, എന്തായാലും ഞങ്ങളുടെ ചർച്ചകളൊക്കെ കഴിഞ്ഞോ? ഡിസ്കഷനൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ ഇന്നലത്തെ ക്ലാസ്സില് നമ്മൾ പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? മെഡിക്കൽ ടെർമിനോളജി. എല്ലാവരുടെ കയ്യിൽ ഒരു പേന എടുത്ത് വെക്കണം കേട്ടോ. പേന കയ്യിൽ എടുത്ത് വെച്ചോളൂ കേട്ടോ. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് മാർക്ക് ചെയ്യാനായിട്ട് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും പേനയൊക്കെ എടുത്ത് റെഡി ആയിട്ട് ഇരുന്നോളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഓൺ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്നലെ മെഡിക്കൽ ടെർമിനോളജി എന്താണെന്ന് ചെറിയൊരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ആണ് അല്ലെ? മെഡിസിന്റെ ലാംഗ്വേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബോഡി പാർട്സ് അല്ലെ, നമ്മുടെ ശരീര അവയവങ്ങള്, അതുപോലെ അനാട്ടമിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്, പിന്നെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിനകത്ത് ഒരുപാട് മെറ്റാബോളിക് ആക്ടിവിറ്റീസുകൾ നടക്കുന്നുണ്ട് അല്ലെ? ധാരാളം പ്രക്രിയകൾ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്നുണ്ട് അല്ലെ? നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഒന്നാണ് അല്ലെ? എന്തൊക്കെ സിസ്റ്റംസുകൾ കൂടി ചേർന്നതാണ് അല്ലെ നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. അപ്പോ അതിനകത്ത് ഒരുപാട് മെറ്റാബോളിക് ആക്ടിവിറ്റീസുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രോസസ്സുകള്, അതുപോലെ നമ്മുടെ ശരീരത്തിനകത്ത് ചെയ്യുന്ന പ്രൊസീജിയറുകള് അല്ലെ, ചില നടപടിക്രമങ്ങള്, അതുപോലെ തന്നെ എന്താണ് ചില രോഗാവസ്ഥകള്, പിന്നെ എന്താണ് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകള് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൈൻഡ്സ് ഓഫ് ടേംസ് ആൻഡ് വേർഡ്സിനെയാണ് എന്ത് പറയുന്നത്? മെഡിക്കൽ ടെർമിനോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കത് വായിക്കാം കേട്ടോ. അത് വായിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അത് ശ്രദ്ധയോടുകൂടി കേൾക്കാം. ഓക്കെ, അതിനുശേഷം നമുക്കത് വായിക്കാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് പ്രിഫിക്സും സഫിക്സും ഒക്കെ പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി. എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. അപ്പൊ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി പാർട്സ്, അനാട്ടമിക്കൽ സ്ട്രക്ചേഴ്സുകള്, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മെറ്റാബോളിക് പ്രവർത്തനങ്ങള്, പിന്നെ എന്താ പറയാ രോഗാവസ്ഥകള്, ട്രീറ്റ്മെന്റുകള്, പ്രൊസീജിയറുകള്, ഡയഗ്നോസിസുകള്, ഇതിനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൈൻഡ്സ് ഓഫ് വേർഡ്സ് ആൻഡ് ടേംസിനെയാണ് മെഡിക്കൽ ടെർമിനോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ആണ് കേട്ടോ. മെഡിസിന്റെ ലാംഗ്വേജ് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ പ്രത്യേകം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഒരിക്കലും ഒരു ഡോക്ടർ പേഷ്യന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല അത് ഉപയോഗിക്കുന്നത്. അതിനെന്താണ്? മെഡിക്കൽ പ്രൊഫഷണലുകൾക്കിടയിൽ അവർക്ക് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലാംഗ്വേജ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ചപ്പോ നമ്മൾ ഇന്ത്യയിലുള്ള ആൾക്കാരായാലും US-ലുള്ള ആൾക്കാരായാലും പിന്നെ റഷ്യയിലും അങ്ങനെ ഏത് രാജ്യങ്ങളിലുള്ള മെഡിക്കൽ പ്രൊഫഷണലുകൾക്കായി കഴിഞ്ഞാലും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഇത്തരം വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് കേട്ടോ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ മെഡിക്കൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ മെഡിക്കൽ ടേംസുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പ്രൊനൗൺസിയേഷൻ, പിന്നെ അതിന്റെ മീനിങ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റും. മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡിവൈഡ് ചെയ്ത് വേണം നമ്മൾ അതിനെ പഠിക്കാനായിട്ട്. നമുക്ക് ആ ഡിവിഷൻസ് മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. നമുക്കത് ഡിവൈഡ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. അപ്പൊ പ്രധാനമായിട്ടും ഈ പറയുന്ന മെഡിക്കൽ ടേംസ് എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും 4 കമ്പോണന്റുകൾ കൂടിച്ചേർന്നതാണ് കേട്ടോ. മെഡിക്കൽ ടെർമിനോളജി നമ്മൾ ഇതെല്ലാം പഠിക്കാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് മെഡിക്കൽ ടേംസ് എന്ന് പറയുന്നത് അത് എന്താണ്? പ്രധാനമായിട്ടും 4 കമ്പോണന്റുകൾ കൂടിച്ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണെന്ന് അറിയാമോ 4 കമ്പോണന്റുകള്? 4 കമ്പോണന്റ് ഇതൊക്കെയാണ്. ഒന്ന് പ്രിഫിക്സ്, ഓക്കെ, 2 വന്നിട്ട് സഫിക്സ് ആണ്,
മൂന്നാമത്തത് കോമൺ റൂട്ട് വേർഡ് എന്ന് പറയും. റൂട്ട് വേർഡ് എന്ന് പറയാം, റൂട്ട് എന്ന് പറയാം, ചിലപ്പോൾ വേർഡ് റൂട്ട് എന്നൊക്കെ പറയാം, എല്ലാം സെയിം ആണ്. പിന്നെ എന്താണ് കമ്പൈനിങ് എ വവ്വൽ ആണ് കേട്ടോ. ഒരു വവ്വല് നമ്മൾ അതിന്റെ കൂടെ കമ്പൈൻ ചെയ്യും. അപ്പൊ നിങ്ങൾ പറയത് അതിനകത്ത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും. പക്ഷെ അതിനകത്ത് ഒരു ഭാഗത്ത് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ നമുക്കത് പഠിക്കണമെങ്കിൽ ഈ 4 കമ്പോണന്റുകൾ നമ്മൾ മനസ്സിലാക്കണം. പ്രിഫിക്സ്, അതുപോലെ തന്നെ സഫിക്സ്, പിന്നെ എന്താണ് കോമൺ വേർഡ്, ദെൻ കമ്പൈനിങ് എ വവ്വൽ. പിന്നെ ഇതിൽ പെടാത്ത ഒരു വിഭാഗമാണ് അബ്രീവിയേഷൻ. ഇതിൽ പെടാത്തെന്ന് വെച്ചാൽ മെഡിക്കൽ ടെർമിനോളജിയിൽ തന്നെ വരുന്നതാണ്. പക്ഷെ അത് കമ്പോണന്റ് ഒന്നുമില്ല. അബ്രീവിയേഷൻസ് വേറൊരു വിഭാഗമാണ്, ചുരുക്കെഴുത്തുകൾ കേട്ടോ. ഓക്കെ, ഷോർട്ട് ഫോംസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അങ്ങനെ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് പ്രിഫിക്സിനെ പറ്റി പറയാം. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ്. അതായത് ഒരു മെഡിക്കൽ ടേമിന്റെ ബിഗിനിങ് പാർട്ടിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സാധാരണ സംസാരിക്കുന്നത് നമ്മൾ പറയും പ്രീ ഡിഗ്രി പറയാറുണ്ടല്ലേ, പ്രീ പ്ലസ് ടു ആണ് എന്ന് നമ്മൾ പറയാല്ലേ. പ്രീ പണ്ടൊക്കെ നമ്മൾ പറയും പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അപ്പൊ പ്രീ, പോസ്റ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് പ്രിഫിക്സസ് ആണ് അല്ലെ. ഞാൻ പറഞ്ഞത് മെഡിക്കൽ ടേം അല്ല, കോമൺ ആയിട്ടുള്ള ടേംസുകളാണ് പറഞ്ഞത് കേട്ടോ. അത് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ് പ്രീ ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്നൊക്കെ പറയുന്നത് പ്രീ അല്ലെ. അതുപോലെ പ്രീ പോണ്ട്, പോസ്റ്റ് പോണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ല. അപ്പൊ പ്രീ, പോസ്റ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രിഫിക്സസ് ആണ്. ദാറ്റ് മീൻസ് ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ് കേട്ടോ പ്രിഫിക്സ് എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ നമ്മള് പ്രിഫിക്സ് എഴുതുന്ന സമയത്ത് എന്താണ്, പ്രിഫിക്സ് കഴിഞ്ഞിട്ട് നമ്മളൊരു ഹൈഫൺ ആണ് അവിടെ കാണാൻ പറ്റുന്നത്. ഇതിൽ നോക്കാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് പ്രിഫിക്സ് ആ പഠിക്കുന്നത്. ഈ പ്രിഫിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ എല്ലാ പ്രിഫിക്സിന് ശേഷം ഒരു ചെറിയൊരു ഹൈഫൺ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കാണുന്നുണ്ടല്ലോ? ഓക്കെ, ആ ഹൈഫൺ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? പ്രിഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിഗിനിങ് പാർട്ടാണ് അല്ലെ, ആദ്യത്തെ പാർട്ടാണ് അല്ലെ. അപ്പൊ അതിനെ തുടർന്ന് മറ്റുള്ള വേർഡ്സുകൾ അതിനകത്ത് വരുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ആ ഹൈഫൺ അവിടെ ഇട്ടിരിക്കുന്നത്. മനസ്സിലായോ? പ്രിഫിക്സ് ആദ്യത്തെ ഭാഗമാണല്ലോ, അതിനെ തുടർന്ന് അതിനെ ഫോളോ ചെയ്തുകൊണ്ട് മറ്റുള്ള വേർഡ്സുകൾ ഇനി അതിനകത്ത് വരാനുണ്ട്. അത് സൂചിപ്പിക്കാനാണ് നമ്മൾ അവിടെ ഒരു ഹൈഫൺ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പൊതുവെ നിങ്ങൾ പെട്ടെന്ന് ഒരു പ്രിഫിക്സ് കണ്ടാൽ മനസ്സിലാവും. കാരണം പ്രിഫിക്സ് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഉണ്ടാവും. അതിന്റെ അർത്ഥം എന്താണ്? പ്രിഫിക്സ് ആദ്യ ഭാഗമാണ്, അത് ആദ്യത്തെ പാർട്ടാണ്, അതിനെ തുടർന്ന് ബാക്കിയുള്ള ആളുകൾ വരാനായിട്ടുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് പ്രിഫിക്സ്. ക്ലിയർ ആയല്ലോ? പിന്നെ വരുന്നത് സഫിക്സ് ആണ്. സഫിക്സ് എന്ന് പറഞ്ഞ പ്രിഫിക്സിന് നേരെ ഓപ്പോസിറ്റ് ആണ്. സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ് കേട്ടോ. അതാണ് എൻഡിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ്. അതായത് മെഡിക്കൽ ടേമിന്റെ അവസാനത്തെ ഭാഗമുണ്ടല്ലോ, അവസാന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സഫിക്സ് എന്ന് പറയുന്നത്. അപ്പോ അവിടെ അത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ പ്രിഫിക്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്നത് സഫിക്സ് ആണ് കേട്ടോ. അപ്പൊ ഈ സഫിക്സിനകത്ത് നോക്കിക്കേ, സഫിക്സിന്റെ മുൻപിലായിട്ടാണ് ഒരു ഹൈഫൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? സഫിക്സ് എന്ന് പറഞ്ഞാൽ അവസാന ഭാഗമാണ്. അതിനു മുമ്പ് മറ്റു പല വേർഡ്സുകൾ ഉണ്ടായിരുന്നു, അതിനെ തുടർന്നാണ് അവസാനത്തെ ആളായിട്ടുള്ള സഫിക്സ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അതിനു മുമ്പ് ആളുകൾ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സഫിക്സിന്റെ മുന്നിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഹൈഫൺ നമ്മൾ ഇടുന്നത്. ഓക്കെ ആണല്ലോ? അത്രയും സഫിക്സ് കേട്ടോ. എക്സാമ്പിളുകളൊക്കെ നമുക്ക് പറയാം. പിന്നെ അടുത്തത് എന്താണ്? റൂട്ട് വേർഡ് ആണ്. അഥവാ കോമൺ റൂട്ട് വേർഡ്, റൂട്ട് വേർഡ് എന്നോ വേർഡ് റൂട്ട് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, റൂട്ട് വേർഡ് എന്ന് പറയുമ്പോൾ റൂട്ടാണ് അത്. റൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു മെഡിക്കൽ ടേമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത് റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. ചീഫ് പാർട്ട് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പാർട്ട് എന്നൊക്കെ പറയുന്നതാണ് റൂട്ട് വേർഡ്. ഓക്കെ, ഒരു മെഡിക്കൽ ടേമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പൊ പൊതുവെ നമ്മൾ റൂട്ട് വേർഡുകൾ ഒന്നുകിൽ ചിലപ്പോൾ ഒരു ബോഡി ഓർഗനെ ആയിരിക്കാം റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഏതെങ്കിലും ബോഡി പാർട്ട് അല്ലെ, എന്തെങ്കിലും അവയവങ്ങളുടെ ബോഡി പാർട്സിനെയൊക്കെയാണ് പൊതുവെ ഇത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, കോമൺ റൂട്ട് വേർഡ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോ ഒരു എക്സാമ്പിൾ നമുക്ക് മിക്കവാറും എല്ലാ കോമൺ റൂട്ട് വേർഡ്സ് എടുക്കുകയാണെങ്കിലും എല്ലാം ഗ്രീക്ക് ലാറ്റിൻ ഒറിജിൻ ആണ്. ഓക്കെ, ഗ്രീക്ക് ലാറ്റിൻ ഒറിജിൻ ആണ്. ഗ്രീക്ക് ലാറ്റിൻ പദങ്ങളിൽ നിന്നൊക്കെയാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. അതുകൊണ്ട് നമുക്കത് അത്ര പരിചയമാണെങ്കിലും പക്ഷെ അതിന്റെ ഇംഗ്ലീഷ് വേർഡുകൾ നമുക്കറിയാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു കോമൺ റൂട്ട് വേർഡ് ഗാസ്റ്റർ, GASTR, ഗാസ്റ്റർ. ഗാസ്റ്റർ എന്ന് പറഞ്ഞാൽ അതൊരു എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ മീനിങ് എന്താണ്? അതിന്റെ ഇംഗ്ലീഷ് മീനിങ് എന്താണ്? സ്റ്റൊമക്ക് ആണ്. കണ്ടോ? സ്റ്റൊമക്ക് എന്താണ്?
ആമാശയാണ്. അതൊരു ബോഡി പാർട്ട് ആണ് അല്ലെ, നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഓർഗൻ ആണ് അല്ലെ ആമാശയം, സ്റ്റൊമക് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്റ്റൊമക്കിനെ സൂചിപ്പിക്കുന്ന ആ ഒരു റൂട്ട് വേർഡ് ആണ് ഗാസ്ട്ര. ഗാസ്ട്ര എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദമാണ് ശരിക്കും. അപ്പൊ അത് നമുക്ക് അത്ര പരിചയമില്ല അല്ലെ, പക്ഷെ എന്താണ് സ്റ്റൊമക്ക് നമുക്കറിയാം. ഇപ്പൊ നിങ്ങൾക്ക് പരിചയമായിട്ടുണ്ടാവും ഗാസ്ട്രോ എൻട്രോളജി എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അറിയാം, സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഹെപ്പാറ്റ് എന്ന് പറയുമ്പോൾ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ലിവറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഹെപ്പറ്റോളജി, ഹെപ്പറ്റൈറ്റിസ് അതൊക്കെ നമ്മൾ പറയാറില്ലേ? ഓക്കെ, ഹെപ്പാറ്റ് എന്ന് പറയുമ്പോൾ ഏതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ലിവറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കണ്ടോ. അതുപോലെ നമ്മുടെ കാർഡിയാക്ക് അല്ലെ, കാർഡിയാക്ക് എന്ന് പറയുമ്പോൾ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഹാർട്ടിനെയാണ്. ഹാർട്ട് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം നമുക്കറിയാം അല്ലെ. ഓക്കെ, കാർഡിയാക്ക് ഹാർട്ടിനെയാണ്. അതുപോലെ പൾമണോളജി, പൾമണോ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ലങ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ, ശ്വാസകോശത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ പറഞ്ഞ എന്താണ്? റൂട്ട് വേർഡ് ആണ്. ഓക്കെ, അതായത് ഒരു മെഡിക്കൽ ടേമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് കമ്പൈനിങ് എ വവൽ. അതിവിടെ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുള്ളൂ, ഒരു പോയിന്റ് ആയിട്ടൊന്നും അവിടെ എഴുതിയിട്ടില്ല, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. കമ്പൈനിങ് എ വവൽ നമുക്കറിയാലോ, ഇംഗ്ലീഷിലെ വവൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇതൊക്കെയാണ് AEIOU, ഇത്രയാണ് എന്താണ് വവൽസ് അല്ലെ. അപ്പൊ സാധാരണയായിട്ട് നമ്മൾ ഈ പറയുന്ന റൂട്ട് വേർഡ്സിന്റെ കൂടെ 99% നമ്മൾ ഉപയോഗിക്കുന്നത് O എന്ന വവലാണ് നമ്മൾ ഉപയോഗിക്കാറ് കേട്ടോ. അതിനൊക്കെ ഒരു കാരണമുണ്ട്. നമുക്ക് ആ പ്രൊനൗൺസിയേഷൻ ഒക്കെ ഈസിയർ ആക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള വവൽസ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഒരു മിക്കവാറും നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഒട്ടുമിക്ക മെഡിക്കൽ ടേംസ് എടുത്തു കഴിഞ്ഞാലും 99% O എന്ന വവലാണ് സാധാരണയായിട്ട് അതിന്റെ കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യാറ്. വളരെ അപൂർവമായിട്ട് I, A അങ്ങനെയുള്ള എന്താ പറയുക വവൽസും ആഡ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഇത്രയും ഈ 4 കമ്പോണന്റുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ ടെർമിനോളജി പഠിക്കാൻ വളരെ ഈസിയാണ്. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താണ്, ഒരു കാരണവശാലും നമ്മളൊരു മെഡിക്കൽ ടേം കംപ്ലീറ്റ് ആയിട്ട് എഴുതുമ്പോൾ ഇത്തരത്തിലുള്ള ഹൈഫൺ ഒന്നും നമ്മൾ ഉപയോഗിക്കില്ല കേട്ടോ. ഓക്കെ, അത് ഹൈഫൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയുമ്പോൾ ഒരു പ്രിഫിക്സ് ആണ് അല്ലെങ്കിൽ ഒരു സഫിക്സ് ആണ്, അങ്ങനെ കോമൺ റൂട്ട് വേർഡ് ഒക്കെ പറയുമ്പോഴാണ് നമ്മൾ ഹൈഫൺസും മറ്റും ഉപയോഗിക്കുന്നത്. മറ്റേത് നമ്മൾ ഒറ്റ മെഡിക്കൽ ടേമായിട്ട് പ്രസന്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യില്ല, ഹൈഫൺ എഴുതില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ നിങ്ങൾക്ക്? മെഡിക്കൽ ടെർമിനോളജിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ ഉണ്ടായോ? 4 കമ്പോണന്റുകളാണ് കേട്ടോ. പ്രിഫിക്സ് ബിഗിനിങ് പാർട്ട് ആണ്. അപ്പൊ നമ്മൾ പ്രിഫിക്സ് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ രേഖപ്പെടുത്തുന്നതിന്റെ കാര്യം മനസ്സിലായല്ലോ. അത് ബിഗിനിങ് പാർട്ട് ആണ്, അതിനെ ഫോളോ ചെയ്തുകൊണ്ട് മറ്റുള്ള വേർഡ്സ് കൂടെ വരാനുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. സഫിക്സ് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. എൻഡിങ് പാർട്ട്, ഇതിൽ അവസാനത്തെ പാർട്ടാണ്, എൻഡിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ് സഫിക്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് റൂട്ട് വേർഡ് ആണ്. അത് ചീഫ് പാർട്ടാണ്, അതൊക്കെ ഫണ്ടമെന്റൽ പാർട്ടാണ് കേട്ടോ. അത് പൊതുവെ ഒരു ബോഡി പാർട്ടിനെയോ അല്ലെങ്കിൽ ഒരു ബോഡി ഓർഗനെയൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ അതിന്റെ കൂടെ ഒരു വവലും കൂടെ കമ്പൈൻ ചെയ്യാറുണ്ട്. ഓക്കെ, സാധാരണ പറഞ്ഞു 99% നമ്മൾ O എന്ന വവലാണ് ആഡ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇത്രയും കമ്പോണൻസുകൾ ചെയ്യുന്നതാണ് ഒരു മെഡിക്കൽ ടേം എന്ന് പറയുന്നത്, മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. ഇനി അതിൽ വരുന്ന മറ്റൊരു വിഭാഗമാണ് അബ്രീവിയേഷൻസ്, ചുരുക്കെഴുത്തുകൾ. നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ നീട്ടിപ്പരത്തി എഴുതുന്നതിന് പകരം ഷോർട്ട് ആക്കിയിട്ട് ഉപയോഗിക്കുന്നതാണ് അബ്രീവിയേഷൻസ് അല്ലെ. നിങ്ങളിപ്പോ ക്ലാസിഫിക്കേഷൻ ഓഫ് എന്താണ് ഹോസ്പിറ്റൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അതിന്റെ ലാസ്റ്റ് കുറച്ച് അബ്രീവിയേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചില്ലേ? PHC അല്ലെ, എന്താണ് പ്രൈമറി ഹെൽത്ത് സെന്റർ, CHC കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, അതൊക്കെ എന്താണ് അബ്രീവിയേഷൻസ് എന്നാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ നമുക്ക് വായിക്കാലോ, മനസ്സിലായല്ലോ കാര്യങ്ങള്. അപ്പൊ ഇതൊക്കെ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് പഠിക്കാം, മെഡിക്കൽ ടെർമിനോളജി പഠിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടൊന്നും കേട്ടോ. പിന്നെ മാത്രമല്ല, നമ്മൾ മാർക്ക് ചെയ്ത് തരുന്നതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കാം. മറ്റുള്ളത് പഠിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പഠിക്കേണ്ടവർക്ക് പഠിക്കാം. പക്ഷെ നമ്മൾ മാർക്ക് ചെയ്ത് തരുന്നത് നിർബന്ധമായിട്ടും പഠിച്ചു വേണം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. കാരണം പലതവണ ചോദിച്ചിട്ടുള്ളത് അതുപോലെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നതാണ് നമ്മൾ മാർക്ക് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പൊ അതിലൊട്ടുമിക്കലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇത്രയും ചാപ്റ്റേഴ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ കുറെയൊക്കെ മെഡിക്കൽ ടേംസുകൾ നിങ്ങൾ എന്താ പറയാ നിങ്ങൾക്ക് അറിയാം അല്ലെ, ഏകദേശം ഒട്ടും അറിയാതിരിക്കില്ല, പരിചയമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, തുടങ്ങാം. മെഡിക്കൽ ടെർമിനോളജി കേട്ടോ. ഓക്കെ, മെഡിക്കൽ ടെർമിനോളജി, ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ഒറിജിനേറ്റഡ് ഫ്രം ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ. അത് ചെയ്യാട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞു മെഡിക്കൽ ടേംസ് എന്ന് പറഞ്ഞ് ഗ്രീക്ക് ലാറ്റിൻ ഒറിജിനാണ്. ഗ്രീക്ക് ലാറ്റിൻ പദങ്ങൾ ചിലപ്പോൾ നമുക്ക് അതിൽ പരിചയം ഉണ്ടാവുന്നതില്ല, പക്ഷെ അതിന്റെ ഇംഗ്ലീഷ് വേർഡുകൾ നമുക്കറിയാം. കാർഡിയാക്ക്, പൾമണോ,
ഗൈസ്റ്റർ, ഹെപ്പാറ്റ് എന്നൊക്കെ പറഞ്ഞ ഗ്രീക്ക് ലാറ്റിൻ പദങ്ങളാണ്. പക്ഷെ അതിന് ഇംഗ്ലീഷ് വേർഡ്സ് നമുക്കറിയാം. സ്റ്റൊമക്ക് ആണ്, ഹാർട്ട് ആണ്, ലെഗ്സ് ആണ്, ഇതൊക്കെ നമുക്കറിയാം. ലിവർ ആണ്, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് കേട്ടോ. ഓക്കെ, ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ originated from the Greek and Latin. Medical terminology is employed in international language and it is also essential to communicate with the other medical purposes. കേട്ടോ, ഒരു മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമ്മളിപ്പോ ഇന്ത്യയിലുള്ള മെഡിക്കൽ പ്രൊഫഷണൽസ് ആണെങ്കിലും അമേരിക്കയിലുള്ള മെഡിക്കൽ പ്രൊഫഷണൽസ് ആണെങ്കിലും അതുപോലെ റഷ്യയിലായിക്കോട്ടെ മറ്റേത് രാജ്യങ്ങളിലുള്ള മെഡിക്കൽ പ്രൊഫഷണൽസ് ആയിക്കഴിഞ്ഞാലും ഇവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണിത്. കാര്യം ഇവിടുത്തെ ആൾക്കാർ അങ്ങോട്ടും പോകുന്നുണ്ട്, അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും മനസ്സിലാക്കുന്നതിനൊക്കെ ഈ ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ്, സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് അല്ലെ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. ഇത് മെഡിക്കൽ വർക്കേഴ്സിന് അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. ഓക്കെ, ഇനി എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്നതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ അത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് മെഡിക്കൽ ടെർമിനോളജി? ഈസ് ദ ലാംഗ്വേജ് used to specifically describe the human body, elements, methods, circumstances, etc. അങ്ങനത്തെ ഞാൻ പറഞ്ഞ കാര്യമാണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. നമ്മുടെ ഹ്യൂമൻ ബോഡി, നമ്മുടെ അനാട്ടമിക്കൽ സ്ട്രക്ചേഴ്സ്, ബോഡി എലമെന്റ്സ്, നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന പ്രോസസ്സുകള്, പ്രൊസീജിയറുകള്, ട്രീറ്റ്മെന്റുകള്, ഡയഗ്നോസിസുകള്, ഇതിനെല്ലാം ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കൈൻഡ്സ് ഓഫ് വേർഡ്സ് ആൻഡ് ടേംസ് അല്ലെ, ദാറ്റ് ഈസ് കോൾഡ് മെഡിക്കൽ ടെർമിനോളജി. Understanding terminology requires words down into their separate components of prefix, suffix, and root word, and having a solid practical knowledge of those parts. അപ്പൊ നമുക്ക് മെഡിക്കൽ ടെർമിനോളജി പഠിക്കണമെങ്കിൽ അതിനെ നമ്മൾ പല പല ഡിവൈഡ് ചെയ്ത് പഠിക്കണം നല്ലത്. എന്നാലും നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അതിനെ പല പല കമ്പോണന്റുകളായിട്ട് അവിടെ ഡിവൈഡ് ചെയ്യണം. ഇതൊക്കെയാണ് കമ്പോണന്റ്: പ്രിഫിക്സ്, സഫിക്സ്, റൂട്ട് വേർഡ്. അതിനെ പറ്റി അത്യാവശ്യം ഒരു ബേസിക് നോളജ് നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യത്തെ കമ്പോണന്റിനെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ആളാണ് പ്രിഫിക്സ് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എ പ്രിഫിക്സ് മീൻസ് എ വേർഡ് അറ്റാച്ച്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ വേർഡ് ആൻഡ് ജനറലി ഡിസ്ക്രൈബ്സ് ലൊക്കേഷൻ ആൻഡ് ഇന്റൻസിറ്റി. ഉണ്ടാവും. അപ്പൊ ഒരു പ്രിഫിക്സ് എന്ന് പറയുന്നത് നിങ്ങളോട് ചോദിക്കുകയാണ്, ദ ബിഗിനിങ് പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം ഈസ് കോൾഡ്, എന്താണ് അതിനെ പറയാം? പ്രിഫിക്സ് എന്നാണ് പറയാ അല്ലെ. പ്രിഫിക്സ് സാധാരണ എന്തിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ലൊക്കേഷൻ ആൻഡ് ഇന്റൻസിറ്റി. ഒന്നെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എന്തെങ്കിലും ഒരു ഭാഗമാവാം, ലൊക്കേഷൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗാവസ്ഥയുടെയോ അതിന്റെ ഒരു തീവ്രതയെ ആയിരിക്കും പൊതുവെ അത് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പ്രിഫിക്സസ് അത്രയുള്ള ഇതിനകത്ത് മനസ്സിലാക്കാൻ അതായതൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് വേറെ കുറച്ച് എക്സാമ്പിളുകളൊക്കെ അവിടെ പറയുന്നത്. Prefixes are often found in general language and in medical as well as in scientific terminology. Prefix എന്ന് പറയുന്നത് മെഡിക്കൽ ടെർമിനോളജി മാത്രമല്ലല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ ലാംഗ്വേജ് നമ്മുടെ കോമൺ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പ്രിഫിക്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, പ്രീ ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേറ്റ്, പ്രീ ബോണ്ട്, പോസ്റ്റ് ബോണ്ട്, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ബൈസൈക്കിൾ അല്ലെ, ബൈസിക്കിൾ, ട്രൈസിക്കിൾ ഒക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ അതിനൊരു ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ പൈലറ്റ്, സബ്മറൈൻ, ട്രൈസിക്കിൾ. കണ്ടോ? ഓട്ടോ, ഓട്ടോ എന്താണ്? പ്രിഫിക്സ് ആണ്. സബ്മറൈൻ, സബ്, ട്രൈസൈക്കിൾ, ട്രൈ, അതുപോലെ ബൈസിക്കിൾ, ബൈ എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രിഫിക്സുകളാണ്. സാധാരണ ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അതുകൂടാതെ നമ്മൾ മെഡിക്കൽ ടെർമിനോളജിനെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു മെഡിക്കൽ ടേം അവിടെ പറയുന്നുണ്ട് എക്സാമ്പിൾ ആയിട്ട്, ശ്രദ്ധിക്കാം. Then a medical word, ഒരു മെഡിക്കൽ വേർഡ് ആണ് വെന്റിലേഷൻ. വെന്റിലേഷൻ, വെന്റിലേഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വായു പ്രവാഹം എന്നുള്ള അർത്ഥമാണ്. നമ്മൾ പറയില്ലേ, അത്യാവശ്യം വെൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള റൂം ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നത്. വെന്റിലേറ്റഡ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ എന്താണ്? അത്യാവശ്യം വായു സഞ്ചാരമുള്ള, വായു പ്രവാഹമുള്ള എന്നൊക്കെയുള്ള മീനിങ് ആണ് അല്ലെ. ഓക്കെ, വെന്റിലേഷൻ കണ്ടെയ്ൻസ് എ പ്രിഫിക്സ്. നമ്മൾ അതിന്റെ കൂടെ ഒരു പ്രിഫിക്സ് ആഡ് ചെയ്യാണ്. ഏതാണെന്ന് അറിയാം? പ്രിഫിക്സ് ഹൈപ്പർ. ഹൈപ്പർ എന്ന ഒരു പ്രിഫിക്സ് നമുക്കറിയാം. ഹൈപ്പർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഹൈ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഹൈപ്പോ എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ലോ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്. എപ്പോഴും നോക്കേണ്ടതാണ്. ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ എന്ന് പറയുമ്പോൾ ഹൈപ്പർ എന്ന് കേട്ടോ അത് ഹൈ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഹൈപ്പോ, ഹൈപ്പോ എന്ന് പറയുമ്പോൾ അത് ലോ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പോ ടെൻഷൻ ഒക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പം
ഹൈപ്പർ എന്ന പ്രിഫിക്സ് നമ്മൾ വെന്റിലേഷൻ എന്ന വാക്കിന്റെ കൂടെ ജോയിൻ ചെയ്യണം. അപ്പൊ വേർഡ് എന്തായി മാറി? The meaning of the word is changed. ഹൈപ്പർ വെന്റിലേഷൻ. ഹൈപ്പർ വെന്റിലേഷൻ എന്ന വാക്കായിട്ട് മാറി. അത് മാത്രമല്ല എന്റെ മീനിങ്ങിലും ചേഞ്ചസ്. എന്ത് ചേഞ്ചസ് ആണത്? വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ വായുപ്രവാഹം എന്നാണ് അർത്ഥം. ഹൈപ്പർ എന്ന് പറഞ്ഞാല് ഹൈ ലെവൽ എന്നാണ് അർത്ഥം. ഇത് രണ്ടും കൂടെ ചേർന്ന് ഹൈപ്പർ എന്ന പ്രിഫിക്സ് വെന്റിലേഷനോട് കൂടി ചേർന്നപ്പോ ഹൈപ്പർ വെന്റിലേഷൻ ആയിട്ട് മാറി. ഹൈപ്പർ വെന്റിലേഷൻ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മൾ വളരെ വേഗത്തിൽ എടുക്കുന്ന ശ്വാസോച്ഛ്വാസം, അതാണ്. ബ്രീത്തിങ് എടുക്കില്ലേ, വളരെ പെട്ടെന്ന് എടുക്കുന്ന ആ ഒരു ശ്വാസോച്ഛ്വാസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയുന്നത്. അത് ഒറ്റയ്ക്ക് നിന്ന് പോലത്തെ മീനിങ് ആണോ? വെന്റിലേഷൻ സെപ്പറേറ്റ് നിന്നപ്പോഴും ഹൈപ്പർ സെപ്പറേറ്റ് നിന്നപ്പോഴുള്ള ഒരു അർത്ഥമാണോ അത് രണ്ടും കൂടി ചേർന്നപ്പോ വന്നത്? അല്ല, ഹൈപ്പർ വെന്റിലേഷൻ എന്നുള്ള പുതിയൊരു മീനിങ്ങിലോട്ട് ആണ്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് നോട്ട് ഓൺ മെഡിക്കൽ ടേംസ് ഹാവ് പ്രിഫിക്സ്. എന്നിട്ട് എല്ലാ മെഡിക്കൽ ടേംസിനും പ്രിഫിക്സ് ഉണ്ടാവുന്നത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. To learn to identify a few of the more commonly used medical prefixes, you can make out the meaning of terms that may not be instantly familiar to you. Okay, so വേറൊന്നുമില്ല, നമ്മളിത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളത് അതിന്റെ മീനിങ് അറിയണം. ഓരോ മെഡിക്കൽ ടേംസുകളുടെ മീനിങ്, മീൻസ് പ്രിഫിക്സുകളുടെ മീനിങ്ങുകൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളതിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ്. അത് സാധാരണയായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു ലൊക്കേഷനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു തീവ്രത, ഇന്റൻസിറ്റിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സഫിക്സസ് ആണ് കേട്ടോ. സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർലൈൻ ചെയ്ത് വെക്കാം. സഫിക്സസ് ആർ യൂസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ വേർഡ്സ് ടു ആൾട്ടർ ദ റിയൽ മീനിങ്. കണ്ടോ, സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ end of the ending part of a medical term ആണ്. മെഡിക്കൽ ടേമിന്റെ അവസാന ഭാഗത്തിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, in medical terminology, a suffix normally point out indicates a procedure, condition, disease or a part of speech. സാധാരണ നമ്മൾ സഫിക്സ് എന്തിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു പ്രൊസീജിയർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കണ്ടീഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിസീസ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് സ്പീച്ച്. നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സഫിക്സ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം കേട്ടോ. എ കോമൺലി മിക്സ്ഡ് സഫിക്സ് എന്ന് പറയുന്നത് ഐറ്റിസ് എന്നാണ് കേട്ടോ. ഇവിടെ ഇക്സ് എന്നാണ് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് അല്ലേ? ITIS എന്നാണ് കേട്ടോ. ഇക്സ് എന്നല്ല, ഐറ്റിസ് എന്നാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെയല്ലേ കൊടുത്തിരിക്കുന്നത്? ആണോ? ആണ്. കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ തിരുത്തണം കേട്ടോ. ഇക്സ് എന്നാണെങ്കിൽ തിരുത്തണം. ITIS കേട്ടോ. ഇക്സ് എന്നാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് തിരുത്തണം കേട്ടോ. ഇക്സ് അല്ല, ITIS. ITIS കേട്ടോ. ടി കഴിഞ്ഞിട്ട് ഒരു ഐ ചേർക്കണം കേട്ടോ. ഓക്കെ, ITIS. ITIS കേട്ടോ. ഐറ്റിസ്. ഐറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നറിയൂ? വിച്ച് മീൻസ് ഇൻഫ്ലമേഷൻ. അതൊരു ഗ്രീക്ക് പദമാണ്, ഗ്രീക്ക് ഒരു ആക്ടിംഗ് വേർഡ് ആണ്. അതിന്റെ ശരിക്കും മീനിങ് എന്താണ്? ഇൻഫ്ലമേഷൻ, വീക്കം എന്നുള്ള അർത്ഥമാണ്. ഇപ്പൊ ഞാൻ പറയാം, ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ ആണ് അല്ലെ? ഐറ്റിസ് അല്ലെ? ഐറ്റിസ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ഇൻഫ്ലമേഷൻ. നമുക്കൊരു ഇൻഫ്ലമേഷൻ ഓഫ് ദ സം ബോഡി പാർട്ട്, ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിന്റെ ഇൻഫ്ലമേഷൻ എന്ന് നമുക്ക് പറയണമെങ്കിൽ ആ വാക്കിന്റെ കൂടെ ഐറ്റിസ് എന്ന് നമ്മൾ ചേർക്കാൻ മതി. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ്. അതുപോലെ അടുത്തത് ആർത്രൈറ്റിസ് അല്ലെ? ആർത്രൈറ്റിസ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ നോക്കുക, when the suffix is paired with a prefix arthro. ആർത്രോ അല്ലോ? ആർത്രോ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? വിച്ച് മീൻസ് ജോയിന്റ് എന്നർത്ഥം അല്ലെ? ആർത്രോ, ആർത്രൈറ്റിസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ സന്ധിവാദം എന്നാണ് പറയുക കേട്ടോ. അപ്പൊ ആർത്രോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജോയിന്റ് എന്നാണ്, സന്ധി എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ദ വേർഡ് ദാറ്റ് കംസ് ഔട്ട് ഈസ് ആർത്രൈറ്റിസ്. കണ്ടോ, ആർത്രോ എന്ന വാക്കിന്റെ കൂടെ ഐറ്റിസ് എന്ന് പറയുന്ന ആ ഒരു സഫിക്സിനെ നമ്മൾ ചേർക്കുകയാണ്. അപ്പൊ എന്തായി മാറി? ആർത്രൈറ്റിസ് എന്നായി മാറി. ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റ്. നമ്മൾ മലയാളത്തിൽ പറയും സന്ധിവാദം എന്നൊക്കെ പറയും കേട്ടോ. ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റ്. അതുപോലെ തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ ആണ് അല്ലെ? കരൾ വീക്കം, അതിനെയാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ മറ്റൊരു വാക്ക് നിങ്ങൾക്ക് നമുക്ക് പറയാം, ലോജി. LOGY, ലോജി. ലോജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് എന്നുള്ള അർത്ഥമാണ്. സ്റ്റഡി ഓഫ് ബയോളജി, സുവോളജി അല്ലെ? നമ്മൾ പറയാറില്ലേ? കാർഡിയോളജി,
നെഫ്രോളജി, പൾമണോളജി, ഗൈസ്ട്രോഎൻട്രോളജി, സൈക്കോളജി അല്ലെ. അപ്പൊ എന്താണ് ലോജി മീൻസ് സ്റ്റഡി ഓഫ് അല്ലെ, അങ്ങനെയല്ലേ നമ്മൾ കാർഡിയോളജി സ്റ്റഡി ഓഫ് ഹാർട്ട്, പൾമണോളജി സ്റ്റഡി ഓഫ് ലങ്സ്, നെഫ്രോളജി സ്റ്റഡി ഓഫ് കിഡ്നി അല്ലെ. അപ്പൊ സ്റ്റഡി ഓഫ് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സഫിക്സ് ആണ് ലോജി. ഐറ്റിസ് പോലെ തന്നെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നോക്കാം, നമ്മൾ പറഞ്ഞു ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റ്. ഓക്കെ, sometimes it is essential to alter the last letter or letters of the root word or prefix when a suffix is added to make pronunciation easier. ചിലപ്പോൾ നമ്മളൊരു സഫിക്സ് ഒന്നുകിൽ നമ്മളൊരു റൂട്ട് വേർഡിന്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു പ്രിഫിക്സിന്റെ കൂടെയോ നമ്മളൊരു സഫിക്സ് ചേർക്കണമെന്ന് വിചാരിക്കാൻ. അങ്ങനെ ചേർക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ റൂട്ട് വേർഡിന്റെ അല്ലെങ്കിൽ ആ പ്രിഫിക്സിന്റെ ലാസ്റ്റ് ലെറ്റർ ചിലപ്പോൾ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയുമോ? പ്രൊനൗൺസിയേഷൻ ഈസിയർ ആക്കാനായിട്ട്. ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നിങ്ങൾ നോക്കുക. ആർത്രോ എന്ന് പറയുമ്പോൾ ഓ എന്ന ലെറ്ററിലല്ലേ അവിടെ അവസാനിച്ചത്, ആർത്രോ അല്ലെ. അതിന്റെ കൂടെ ഐറ്റിസ് ചേർന്ന് വന്ന ആർത്രൈറ്റിസ് എന്ന എങ്ങനെ സ്പെല്ലിങ് നോക്കിയേ, ARTHR ഓ മാറി അവിടെ ഐ കയറി അല്ലെ, ഐറ്റിസിന്റെ ഐ കയറി. ഓ ഇട്ടോ അവിടെ ഇല്ല, ആ ലാസ്റ്റ് ലെറ്ററിനെ നമ്മൾ ആൾട്ടർ ചെയ്തു, ചേഞ്ച് ചെയ്തു. ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊനൗൺസിയേഷൻ ബുദ്ധിമുട്ടാണ്. ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോഴല്ലേ നമുക്ക് കുറച്ചും കൂടെ പ്രൊനൗൺസിയേഷൻ ഈസിയർ ആവുന്നത് അപ്പോഴല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. ഒരു സഫിക്സ് ഒരു പ്രിഫിക്സിന്റെയോ അല്ലെങ്കിൽ ഒരു കോമൺ റൂട്ട് വേർഡിന്റെ കൂടെ ചേർക്കുന്ന സമയത്ത് ഒന്നുകിൽ ആ റൂട്ട് വേർഡിന്റെ അവസാനത്തെ ലെറ്റർ നമ്മളൊന്ന് ആൾട്ടർ ചെയ്യും. ആൾട്ടർ ചെയ്ത് പർപ്പസ് വേറൊന്നും കുറച്ചും കൂടെ പ്രൊനൗൺസിയേഷൻ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ആർത്രോയോ മാറ്റി അയ്യാണ് കയറി വരുന്നത്. ആർത്രോയിറ്റിസ് എന്ന് പറയുന്നേക്കാൾ ഈസി അല്ലേ നമുക്ക് ആർത്രൈറ്റിസ് എന്ന് പറയാനായിട്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതാണ് സഫിക്സ്. അവിടെ മനസ്സിലാക്കുക കേട്ടോ. ദിസ് ദ എൻഡിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ്. ക്ലിയർ ആയല്ലോ. പിന്നെ വരുന്നത് എന്താണ്? റൂട്ട് വേർഡ് ആണ് കേട്ടോ. റൂട്ട് വേർഡിനെ പറ്റി ഞാൻ പറഞ്ഞു, ഒരു മെഡിക്കൽ ടേമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അല്ലെ. അതിൽ നമുക്ക് എന്ത് പറയാന്നറിയോ? ദ ചീഫ് പാർട്ട് or a stem of a word അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ്? റൂട്ട് വേർഡ് ആണ് കേട്ടോ. ഇതാണ് ദ ചീഫ് പാർട്ട് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പാർട്ട് ഓർ സ്റ്റെം ഓഫ് ദ മെഡിക്കൽ ടേം എന്നൊക്കെ പറഞ്ഞാൽ ഏതാണത്? ഏത് കമ്പോണന്റ് ആണ്? റൂട്ട് വേർഡ് ആണ് കേട്ടോ. റൂട്ട് വേർഡ് എന്നോ വേർഡ് റൂട്ട് എന്നോ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ശരിയാണ്. ഇനി നോക്കാം. A root word carries the essential meaning of the word and frequently points out a body part. പറഞ്ഞല്ലോ, ഒന്നുകിൽ നമ്മുടെ ഒരു ബോഡി പാർട്ട് ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി ഓർഗനെ ആയിരിക്കും അത് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്. With a combining form, the root word and a combining vowel like the I, E, O or A may be blended with another root word, a prefix or a suffix to describe a particular structure or condition. അതാണ് പ്രത്യേക പോയിന്റ് ആയിട്ട് അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ കമ്പൈനിങ് എ വവൽ. നമ്മൾ സാധാരണയായിട്ട് ഒരു വവൽ അതിന്റെ കൂടി ചേർക്കാറുണ്ട്. മിക്കവാറും ഓയാണ് നമ്മൾ ചേർക്കുക. ചിലതിലൊക്കെ ഐ കാണാം, ഈ എ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അപൂർവമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ ചേർക്കാറുണ്ട്. അപ്പൊ അതും അതിന്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഇനി ഒരു എക്സാമ്പിൾ നോക്കി. റെഗുലർലി യൂസ്ഡ് ടേം ഇൻ EMS. EMS എന്താണ്? എമർജൻസി മെഡിക്കൽ സർവീസ്. നിങ്ങൾ ആംബുലൻസ് ഒക്കെ പഠിച്ചതാണല്ലോ. ആംബുലൻസ് എന്താണ്? എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഭാഗമാണ് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് EMS, എമർജൻസി മെഡിക്കൽ സർവീസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് CPR. CPR കൊടുക്കാൻ കേട്ടിട്ടുണ്ടല്ലോ. CPR എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് സ്റ്റാൻഡ്സ് ഫോർ കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ എന്നാണ് കേട്ടോ. CPR എന്താണ്? കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ. ഓക്കെ, CPR കൊടുക്കുക കേട്ടിട്ടുണ്ടല്ലോ, കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നോക്കുക. കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ, അതില് കാർഡിയോ എന്ന് പറയുന്നത് അതിന്റെ റൂട്ട് വേർഡ് ആണ്. കാർഡിയോ ഏത് ഭാഗത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഹാർട്ടിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. ഹാർട്ടിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ പൾമണോ ഏതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ലങ്സ് അല്ലെ, നമ്മുടെ ശ്വാസകോശത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതാണ് അവിടുത്തെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. കാർഡിയോ പൾമണറി കണ്ടോ, അത് റൂട്ട് വേർഡ് ആണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം CPR കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? when we break it down, cardio is a root word which means heart and pulmonary is a root word that meaning lungs. Okay, by executing CPR we introduce the air into the lungs and circulate the blood by pressing the heart to revive the patient, and some root words may also be used as a prefix or suffix. Okay,
CPR കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എയർ കൊടുക്കാണ്, അതായത് ശ്വാസകോശത്തിൽ അകത്തേക്ക് നമ്മൾ ഓക്സിജൻ കൊടുക്കാണ് അല്ലെ. ഓക്സിജൻ കൊടുക്കുന്നുണ്ടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പുഷ് ചെയ്യുന്നുണ്ട് അല്ലെ. അതിന്റെ ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുകയും നമ്മുടെ ഹാർട്ടിനെ തിരിച്ച് റിവൈവ് ചെയ്യാനായിട്ട് അല്ലെ, തിരിച്ച് നമുക്ക് റിസ്യൂം ചെയ്യുന്നതിനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് CPR, കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് നമ്മൾ പറയുന്ന ഹെപ്പാറ്റ് ഏത് ഭാഗത്തിനെ സൂചിപ്പിക്കുന്നേ? ഇതിനെയാണ്, ലിവറിനെയാണ്. അത് അവിടുത്തെ കോമൺ റൂട്ട് വേർഡ് ആണ് ഹെപ്പാറ്റ് അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? എല്ലാ ഭാഗം മനസ്സിലായോ? അപ്പൊ ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം പ്രിഫിക്സ് ആണ്, എൻഡിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം സഫിക്സ് ആണ്. ദ ചീഫ് പാർട്ട്, ഫണ്ടമെന്റൽ പാർട്ട്, ഒരു സ്റ്റെം ഓഫ് ദി മെഡിക്കൽ ടേം എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ് കമ്പോണന്റ്? കോമൺ റൂട്ട് വേർഡ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു വിഭാഗമുണ്ട്, അതാണ് ഇത് അബ്രീവിയേഷൻസ് കേട്ടോ, ചുരുക്കെഴുത്തുകൾ. ഓക്കെ, അബ്രീവിയേഷൻസ് ആർ ദ വേർഡ്സ് which are used to shorten notes or documentation. Underline ചെയ്ത് വെക്കുക കേട്ടോ. Abbreviations എന്ന് പറഞ്ഞാൽ എന്താണ്? These are the words which are used to shorten notes or documentation. അല്ലെ, നമ്മൾ വലിയ വലിയ നോട്ടുകൾ, വലിയ വലിയ ഡോക്യുമെന്റേഷൻസുകൾ ഒക്കെ ചുരുക്കുന്നതിന് വേണ്ടിയിട്ട്, ഷോർട്ടൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത് അബ്രീവിയേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, when using abbreviations in patient care reports, you had better use only standard accepted abbreviations to avoid the confusion and errors. അല്ലെ, നമ്മൾ അബ്രീവിയേഷൻസ് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കണം. എന്താണ്, പ്രത്യേകിച്ച് ഒരു പേഷ്യന്റിന്റെ റിപ്പോർട്ടുകളിലൊക്കെ നമ്മൾ അബ്രീവിയേഷൻസ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻസുകളായിരിക്കും ഉപയോഗിക്കേണ്ടത്. കാര്യം എന്താണ്? ഇത് മെഡിക്കൽ പ്രൊഫഷണൽസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ്. ഏത് രാജ്യത്തെ ആയി കഴിഞ്ഞാലും എവിടെ ഇരുന്നു കൊണ്ടും മെഡിക്കൽ പ്രൊഫഷണൽസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻസ് വേണം യൂസ് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ ചില ആൾക്കാർ പേരൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ ഷോർട്ടേജ് എന്ന് വിളിക്കും അല്ലെ. അപ്പൊ നമ്മൾ വിളിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് മാത്രമേ അറിയുള്ളൂ, മറ്റുള്ളവർക്ക് അറിയുന്നത് നിർബന്ധമില്ല. അതൊരു സ്റ്റാൻഡേർഡ് അബ്രിവേഷൻ ഒന്നും. അതേസമയം മെഡിക്കൽ ടെർമിനോളജിയിൽ ഉപയോഗിക്കുന്ന അബ്രിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് സ്റ്റാൻഡേർഡ് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സൽ ആയിട്ടുള്ള അബ്രിവേഷൻസുകളായിരിക്കണം അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അവർക്ക് ദ കൺഫ്യൂഷൻ ആൻഡ് എറേഴ്സ് അല്ലെ, കൺഫ്യൂഷൻ എറേഴ്സ് ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, this list is made to help decipher the documents written by other healthcare professionals. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് മെഡിക്കൽ പ്രൊഫഷണൽസുകളുടെ കാര്യങ്ങൾ എഴുതുമ്പോൾ അവർ ഒരുപാട് നീട്ടിപ്പറ്റിയൊന്നും എഴുതില്ല അല്ലെ, അവർ വളരെ ഷോർട്ടൻ ചെയ്തിട്ടാണ് എഴുതുള്ളൂ. അപ്പൊ നമുക്ക് നമ്മൾ സാധാരണ ഇപ്പൊ എന്ത് പറയാം, പനിയൊക്കെ വന്നിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡോക്ടർ എന്ത് എഴുതും? ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, അപ്പൊ CBC എന്ന് പറഞ്ഞ് നമുക്ക് എഴുതി തരും അല്ലെ. നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ കണ്ട് അറിയാം, CBC എഴുതി കഴിഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണ് ഡോക്ടർ നമുക്ക് എഴുതി തന്നിരിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അത്തരത്തില് ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണൽസുകൾ അവര് ഈ പറയുന്ന ഡോക്യുമെന്റ്സുകളെയൊക്കെ ഷോർട്ടൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അബ്രീവിയേഷൻ എന്ന് പറയുന്നത്. Before using any abbreviations in reports, it is essential to be familiar with the approved use of abbreviations in your local jurisdiction of service area. ഓക്കെ, അപ്പൊ നമ്മളൊരു റിപ്പോർട്ടുകളിലൊക്കെ അബ്രീവിയേഷൻസ് ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജൂറിസ്ഡിക്ഷനിൽ, നമ്മുടെ അധികാര പരിധിക്കുള്ളിൽ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഹെൽത്ത് കെയർ ഫീൽഡിൽ നമ്മൾ കോമൺ ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന അബ്രീവിയേഷൻസ് ഏതൊക്കെയാണ്, അപ്രൂവ്ഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നിട്ട് വേണം അത് റിപ്പോർട്ടിന് ഡോക്യുമെന്റ് ചെയ്യാനായിട്ട്. അപ്രൂവ്ഡ് ആയിരിക്കണം, എല്ലാവർക്കും എവിടെ ഇരുന്നുകൊണ്ടും അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അപ്രൂവ്ഡ് ആയിട്ടുള്ള, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, അക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻസ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് വായിക്കാമോ? നിങ്ങൾ ഇത്രയും ഭാഗങ്ങളിൽ വായിച്ച് മെഡിക്കൽ ടെർമിനോളജി എന്താണ്, പ്രിഫിക്സ്, സഫിക്സ്, റൂട്ട് വേർഡ്, അബ്രിവേഷൻ, റിലേറ്റഡ്.
വായിച്ചു നോക്കിയോ? എല്ലാവർക്കും മനസ്സിലായോ? അത് മനസ്സിലായിട്ട് വേണം നമുക്ക് ടെർമിനോളജിയിലേക്ക് കടക്കാനായിട്ട് കേട്ടോ. നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പ്രിഫിക്സ് പഠിക്കുന്നുണ്ട്, സഫിക്സ് പഠിക്കുന്നുണ്ട്, അപ്പൊ സെപ്പറേറ്റ് ആയിട്ടാണ് പഠിക്കുന്നത്. അത്രയേ ഉള്ളൂ. കോമൺ റൂട്ട് വേർഡ്സ്, അതിന്റെ മീനിങ്ങുകൾ. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളത് അബ്രീവിയേഷൻസ് ആണ് കേട്ടോ. ഒരു 326 അബ്രീവിയേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. തുടങ്ങാൻ അപ്പൊ നമുക്ക് പ്രിഫിക്സ് സ്റ്റാർട്ട് ചെയ്യാലോ. പേര് എടുത്തു വെച്ചോളൂ കേട്ടോ. ഇതിന് വേറെ എക്സ്പ്ലനേഷൻസ് ഒന്നും നമുക്ക് പറയാനില്ല. പ്രിഫിക്സ് അതിന്റെ മീനിങ് ആണ് അവിടെ റൈറ്റിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചിലതൊക്കെ നമുക്ക് പരിചയമുള്ളതുണ്ട്. അപ്പൊ നോക്കാം. ഫസ്റ്റ് വേണ്ടോ. ഇനി ആ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രിഫിക്സും അതിന്റെ മീനിങ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു പ്രിഫിക്സ് ബിഗിനിങ് പാർട്ടാണ്. അതുകൊണ്ട് തന്നെ അത് എഴുതി കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ നമ്മൾ എഴുതാറുണ്ട് അല്ലെ. ഹൈഫൺ സൂചിപ്പിക്കുന്നത് അതിനെ തുടർന്ന് മറ്റു വാക്കുകൾ അവിടെ വരുന്നുണ്ട് എന്ന് റിപ്രസെന്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഓക്കെ, പ്രിഫിക്സ് ഫസ്റ്റ് നോക്കൂ. എ ഹൈഫൺ ആണ് അല്ലെ. എ മീനിങ് എന്താണ്? വിത്തൗട്ട് അഥവാ ഫോർ വാണ്ട് ഓഫ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വിത്തൗട്ട് നമ്മൾ പറയുന്നത് ഇല്ലാതെ, ആവശ്യത്തിന് എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എ ബി അല്ലെ. എ ബി എന്താണ്? ബിയോണ്ട്. ബിയോണ്ട് അപ്പുറം എന്നൊക്കെ നമ്മൾ പറയുന്നത് അർത്ഥമാണ് കേട്ടോ. അബ്ഡോമൻ. അബ്ഡോമൻ അബ്ഡോമൻ എന്താണ്? ഏത് ഭാഗമാണ്? സ്റ്റൊമക്ക് ആണ് അല്ലെ. അബ്ഡോമൻ സ്റ്റൊമക്ക് കേട്ടോ. സ്റ്റൊമക്ക്. ഓക്കെ, അടുത്തതാണ് എക്രോ. ഓ എന്ന് ഇതിവിടെ ശരിക്കും ബ്രാക്കറ്റ് അല്ല വേണ്ടത്, ഒരു സ്ലാഷ് ആണ് ഇവിടെ വേണ്ടത് കേട്ടോ. ഓ എന്ന് പറയുന്നത് നമ്മൾ കമ്പൈൻ ചെയ്യുന്ന വവ്വലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സാധാരണ നമ്മൾ ചേർക്കാറ് ഓയാണ്, ചിലതിൽ ഐയും എയും ചേർക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ചേർക്കുന്ന വവ്വൽ ഓയാണ്. അക്രോ. എക്രോ. എക്രോ മീനിങ് എന്താണ്? പെർട്ടൈനിങ് ടു എ സിവിയറിറ്റി, ഒരു തീവ്രതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ആരെങ്കിലും അക്രോമെഗാലി എന്ന് കേട്ടിട്ടുണ്ടോ? അക്രോമെഗാലി കേട്ടിട്ടുണ്ടോ? അക്രോമെഗാലി ഭീമാകാരത്വം എന്നൊക്കെ പറയും. കേട്ടിട്ടില്ല? ഓക്കെ. അപ്പോ അക്രോമെഗാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭീമാകാരത്വമാണ്. നമ്മൾ ഈ പറയുന്ന എന്താണ് വളർച്ചാ ഹോർമോൺ ഉണ്ടല്ലോ, സൊമാറ്റോട്രോപിൻ, അതിന്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുമ്പോ ഭയങ്കരമായിട്ട് വലുപ്പം വെക്കാണ് കേട്ടോ. ഇനി പറയാട്ടോ. ഞാൻ ലാസ്റ്റ് പറയാട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഞാൻ ലാസ്റ്റ് പറയാട്ടോ. അപ്പൊ മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, 5 കേട്ടിട്ടുണ്ട്. ഓക്കെ, ഭീമാകാരത്വം നിങ്ങള് പഠിച്ചിട്ടുണ്ടല്ലോ. മറന്നുപോയി. ഇതായിരുന്നു 5 സ്റ്റാറിന്റെ പഠിച്ചാണോ സംശയം. ഒരു കെമിസ്ട്രി ലാബില് അയാളൊരു ഇതാണ് ഹിസ്റ്ററിക്കാരനാന്ന് തോന്നുന്നു. ഭയങ്കര ഹൈറ്റ് വെയിറ്റ് ഒക്കെ ഉള്ള ഒരാളുണ്ടല്ലോ. ഒരു പരസ്യമുണ്ട്, കണ്ടിട്ടില്ലേ നിങ്ങള്? ഒരു കെമിസ്ട്രി ലാബിനകത്തേക്ക് പുള്ളി വരുമ്പോ എല്ലാം തട്ടിമറിച്ചിട്ട് വരുന്ന ഒരു പരസ്യം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഭയങ്കര ഹൈറ്റ് വെയിറ്റ് ഉള്ള ഒരാള്. അതിന് കണ്ടിട്ടുണ്ട്. അതെ, അതിതാണ് അതിന്റെ എക്സാമ്പിൾ പറയാം. അക്രോമെഗാലിയാണ് കേട്ടോ. ഭീമാകാരത്വം എന്ന് പറയും. വളർച്ചാ ഹോർമോൺ ഭയങ്കരമായിട്ട് കൂടിപ്പോയിട്ട് ഭയങ്കരമായിട്ട് വലിപ്പം വെക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ആ തീവ്രതയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, ഓർക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. അക്രോ മീൻസ് പെർട്ടൈനിങ് ടു എ സിവിയറിറ്റി, തീവ്രതയെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, സിവിയറിറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് കേട്ടോ അക്രോ. ഓ എന്ന വെർബലാണ് സാധാരണയായിട്ട് ആഡ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ആഡ്. ആഡ് ടു, ഇൻ ദ ഡയറക്ഷൻ ഓഫ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ടു അല്ലെങ്കിൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എന്നത്. അഡിനോ. അഡിനോ ഓ എന്ന വെർബലാണ് സാധാരണ ചേർക്കുന്നത്. അഡിനോ റെഫറിങ് ടു എ ഗ്ലാൻഡ്. അഡിനോയിഡ് ഗ്ലാൻഡ് കേട്ടിട്ടുണ്ടോ? അഡിനോയിഡ് ഗ്ലാൻഡ് നമ്മുടെ മൂക്കിന്റെ പുറകിലായിട്ടുള്ള ഒരു ഗ്ലാൻഡ് ആണ്. പ്രത്യേകിച്ച് ഈ കൊച്ചുകുട്ടികളൊക്കെ ഇല്ലേ, കൊച്ചുകുട്ടികളുടെ ഒക്കെ ഡോക്ടർ പറയാറുണ്ട്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു മൂക്കിൽ കൂടെയല്ല ശ്വാസം വലിക്കുന്നത്, വായിലൂടെ ശ്വാസം വലിക്കുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ വായിൽ തുറന്നു വെച്ചിട്ടാണ് അവര് ഉറങ്ങുന്നുണ്ടാവുക. കാര്യം മൂക്കിലൂടെ എന്താണ് ശ്വാസം വലിക്കുന്നത്, വായിലൂടെയാണ് ശ്വാസം വലിക്കുന്നത്. അപ്പൊ ഡോക്ടർ പറയും അഡിനോയിഡ് ഗ്ലാൻഡ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറയും. അപ്പൊ ഈ ഗ്ലാൻഡ് സാധാരണഗതിയിൽ അതിങ്ങനെ ചുരുങ്ങി പോകണം. പക്ഷെ നമ്മുടെ മൂക്കിന്റെ പുറകു ഭാഗത്തായിട്ടുള്ളൊരു ഗ്ലാൻഡ് ആണ് ശരിക്കും. അത് കുട്ടികളിൽ ചിലരിൽ ഇങ്ങനെ വലിപ്പം വെച്ച് വരും. അപ്പൊ വലിപ്പം വെച്ച് വരുമ്പോൾ അത് റിമൂവ് ചെയ്യാനായിട്ട് അവർ പറയും. അഡിനോയിഡ് ഗ്ലാൻഡിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് കോൾഡ് അങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പൊ അത് ഓർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. അഡിനോ കേട്ടോ, റെഫറിങ് ടു എ ഗ്ലാൻഡ് കേട്ടോ. ഓക്കെ, അഡിനോയിഡ് ഗ്ലാൻഡ് നോക്കാൻ മതി. അത്രയേ ഉള്ളൂ. പിന്നെ വരുന്നത് ആൻ ആണ് കേട്ടോ. ആൻ മീൻസ് നമ്മൾ ഈ പറഞ്ഞ അതേ മീനിങ് ആണ്.
വിത്തൗട്ട് അഥവാ ഫോർ വാണ്ട് ഓഫ്. ഇതൊക്കെ നമ്മളൊരു മെഡിക്കൽ ടേമിൽ ഉപയോഗിക്കുന്ന പ്രിഫിക്സ് ആണ് കേട്ടോ. ഓക്കെ, വിത്തൗട്ട് ഓർ ഫോർ വാണ്ട് ഓഫ് കേട്ടോ. നെക്സ്റ്റ് എന, എന എന്ന് പറയുമ്പോ ബാക്ക് വൺ മോർ ടൈം എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. ബാക്ക് വൺ മോർ ടൈം. ഓക്കെ, ആൻജിയോ, ആൻജിയോ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡ് വെസലിനകത്തു കൂടെ ബ്ലോക്ക് ഒരു ഇത് കടത്തി വിട്ടിട്ട് ബ്ലോക്ക് മാറ്റുകയാണ് അല്ലെ. സോ ആൻജിയോ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വെസൽ എന്നർത്ഥം കേട്ടോ. വെസൽ, ബ്ലഡ് വെസൽ ഓർത്താൽ മതി. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി അല്ലെ. അപ്പൊ അത് നമ്മുടെ ബ്ലഡ് വെസലിലൂടെയാണ് കടത്തി വിടുന്നത് കേട്ടോ. അപ്പൊ ആൻജിയോ എന്ന് പറയുന്നത് വെസൽ എന്നോർക്കുക കേട്ടോ. മീനിങ് വെസൽ എന്നാണ്. അടുത്തത് ആന്റി. ആന്റി മീൻസ് പ്രയർ ടു, ഫോർവേഡ് എന്നൊക്കെയുള്ള അർത്ഥം. മുൻപ്, മുന്നോട്ട്. ആന്റി പാർട്ടം, നമ്മൾ പോസ്റ്റ് പാർട്ടം എന്ന് പറയാറില്ലേ. പോസ്റ്റ് പാർട്ടം പീരീഡ്, പ്രസവശേഷമുള്ള ഒരു പ്രത്യേക ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നമ്മൾ പോസ്റ്റ് പാർട്ടം പീരീഡ് എന്ന് പറയുന്നത്. അതുപോലെ ആന്റി പാർട്ടം എന്ന് പറയാം. ആന്റി പാർട്ടം ബിഫോർ ചൈൽഡ് ബർത്ത് ആണ്, കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥ. അതാണ് കേട്ടോ ആന്റി പാർട്ടം. ആന്റി ഓർക്കാൻ വേണ്ടി പറഞ്ഞാണ്. ആന്റി എന്ന് പറയുമ്പോൾ പ്രയർ ടു, മുൻപ്, ഫോർവേഡ് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ആന്റി, ആന്റി, അവേഴ്സ് ടു, ഫോർവേഡ് അതുപോലെ ആന്റിജൻ, ആന്റിബോഡി എന്നൊക്കെ പറയില്ലേ. അവേഴ്സ് ടു, ഫോർവേഡ്. അവേഴ്സ് ടു മീൻസ് വിമുഖത എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഒരു ഓപ്പോസിറ്റ് മീനിങ് ആണ് കേട്ടോ, ഫോർവേഡ്. അടുത്തതാണ് ആർട്ടീരിയോ. ആർട്ടീരിയോ നമ്മൾ ഡയാലിസിസ് ഒക്കെ പഠിച്ചിട്ടല്ലേ. ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല, ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. സോ ആർട്ടീരിയോ, ഓ എന്ന വവലാണ് സാധാരണ ചേർക്കുന്ന. ആർട്ടറി ആണ് കേട്ടോ. ആർട്ടറി എന്താണ്? ധമനിയാണ് കേട്ടോ. ധമനി, നമ്മുടെ പ്യുവർ ബ്ലഡ് ഉണ്ടല്ലോ, ശുദ്ധരക്തം വഹിക്കുന്ന വെസലാണ് കേട്ടോ ആർട്ടറി എന്ന് പറയുന്നത്. വെയിൻ എന്ന് പറഞ്ഞ സിരയാണ്, അതിലൂടെയാണ് അശുദ്ധ രക്തം പാസ് ചെയ്യുന്നത് കേട്ടോ. പ്യുവർ ബ്ലഡ് പാസ് ചെയ്യുന്നത് വെയിനിലൂടെയാണ്, പ്യുവർ ബ്ലഡ് പാസ് ചെയ്യുന്നത് ആർട്ടറിയിലൂടെ. ഒരെണ്ണം ഒഴികെ കേട്ടോ, ഒരെണ്ണം ഒഴികെ. ഓക്കെ, അത് ഇരുന്നോട്ടെ അവിടെ. ആർട്ടീരിയോ എന്ന് പറയുമ്പോൾ ആർട്ടറി കേട്ടോ, ധമനി. ഓക്കെ, ആർത്രോ എന്നാണ് കേട്ടോ. ആർത്രോ എന്നല്ല, അവിടെ ഒരു 6 വിട്ടു പോയിട്ടുണ്ട്, 6 ചേർക്കണം കേട്ടോ. ആർത്രോ നേരത്തെ നമ്മൾ പഠിച്ചില്ലേ. ആർത്രോ എന്താണ്? പെർട്ടൈനിങ് ടു എ ജോയിന്റ് അല്ലെ, സന്ധി അല്ലെ, സന്ധിയുമായിട്ട് ബന്ധം. ആർത്രൈറ്റിസ് അല്ലെ. ഓക്കെ, ആർത്രോ പെർട്ടൈനിങ് ടു എ ജോയിന്റ്. ഓട്ടോ, ഓട്ടോ നമുക്കറിയാലോ. ഓട്ടോ പൈലറ്റ്, ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെ, പലപ്പോഴും നമ്മൾ പറയുന്ന വാക്കാണ് ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം. വൺ സെൽഫ് അല്ലെ, സ്വയം പ്രതിരോധ ശേഷി, ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ ബോഡിക്ക് ഒരു ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട് അല്ലെ, സ്വയം പ്രതിരോധിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലേ നമ്മുടെ ബോഡിക്ക്. ഓക്കെ, അപ്പൊ ഓട്ടോ ഇമ്മ്യൂൺ എന്നൊക്കെ നമ്മൾ പറയുന്നത് വൺ സെൽഫ് കേട്ടോ. ഓക്കെ, ബൈ അറിയാലോ. ബൈസിക്കിൾ എപ്പോഴും പറയുന്ന വാക്കാണ് അല്ലെ. ടു എന്നുള്ള അർത്ഥമാണ്. ബയോ, ഓ എന്ന വവലാണ് ചേർത്തത്. ബയോളജി അല്ലെ, ബയോളജി എന്ന് പറയാറില്ലേ. ബിലോങ്ങിങ് ടു ലൈഫ് അല്ലെ, ബിലോങ്ങിങ് ടു ലൈഫ് ആണ്. നെക്സ്റ്റ് വരുന്നത് പ്ലാസ്റ്റോ. എന്താണ്? പ്ലാസ്റ്റോ കേട്ടോ. പ്ലാസ്റ്റോ മീൻസ് ജേം ഓർ സെൽ എന്നർത്ഥം കേട്ടോ. ജേം ഓർ സെൽ, അണുക്കൾ അല്ലെങ്കിൽ കോശം. നമ്മള് പ്ലാസ്റ്റോമൈക്കോസിസ് എന്നൊക്കെ പറയും. ഇത്തരം ഫംഗൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ പ്ലാസ്റ്റോമൈക്കോസിസ്. അപ്പൊ ഓർക്ക് ബ്ലാസ്റ്റോ എന്ന് പറഞ്ഞ ഒരു ജേം അല്ലെങ്കിൽ ഒരു സെല്ലാണ് ഉദ്ദേശിക്കുന്നത്, അണുക്കൾ കേട്ടോ. അടുത്തതാണ് ബ്ലിഫാറോ. ഓ എന്ന വവലാണ് സാധാരണ ചേർക്കുന്നത് കേട്ടോ. ബ്ലിഫാറോ മീൻസ് എന്താ അറിയോ? ബിലോങ്ങിങ് ടു എൻ ഐലിഡ്. നമ്മുടെ കൺപോള ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. ബ്ലിഫാറോപ്ലാസ്റ്റി എന്നൊക്കെ പറയും. നിങ്ങള് മറ്റേ ഇത് പഠിച്ചിട്ട് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ പ്ലാസ്റ്റിക് സർജറി പറഞ്ഞില്ലേ. റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി, കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജറി ഒക്കെ പഠിച്ചിട്ടില്ലേ. അതിനകത്ത് വരുന്നൊരു കോസ്മെറ്റിക് സർജറിയാണ് ബ്ലിഫാറോപ്ലാസ്റ്റി. ഈ കൺപോള ഇങ്ങനെ ഉയർത്തി വെക്കുന്നത് കേട്ടോ. പൈസാകുമ്പോ കൺപോളയ്ക്ക് ഇങ്ങനെ താഴ്ന്നു പോലെ തൂങ്ങിപ്പോലെ. അതെന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ കുറച്ച് നിവർത്തി വെക്കാറുണ്ട്. അപ്പൊ കുറച്ച് പ്രായം കുറവ് തോന്നിക്കില്ലേ. ഓക്കെ, അതാണ് അപ്പൊ ബ്ലിഫാറോപ്ലാസ്റ്റി കേട്ടോ. മീൻസ് കോസ്മെറ്റിക് സർജറി ആണ്. ദാറ്റ് റീഷേപ്സ് ഐലിഡ് കേട്ടോ. നമ്മുടെ കൺപോളയെ റീഷേപ്പ് ചെയ്യുന്ന ഒരു കോസ്മെറ്റിക് സർജറിയാണ്. ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ് ബ്ലിഫാറോപ്ലാസ്റ്റി. ദാറ്റ് മീൻസ് ബിലോങ്ങിങ് ടു എ ഐലിഡ്. ഓക്കെ, അപ്പോ ആ പേജിനകത്ത് 1 മുതൽ 18 വരെയാണ് ആ പേജിനകത്ത്. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ നമ്പേഴ്സ് പറയാം, മാർക്ക് ചെയ്ത് വെച്ചോട്ടോ. അർജുൻ മാർക്ക് ചെയ്ത് വെച്ചോട്ടോ. പ്രിഫിക്സ് നമ്പർ 3 മാർക്ക് ചെയ്തോളൂ കേട്ടോ. 3rd വൺ മാർക്ക് ചെയ്തോളൂ. 3ാമത്തെ അബ്ഡോമൻ, പെർജ്യൂലല്ലേ, സ്റ്റൊമക്ക് അറിയാവുന്നതാണ്. 3 മാർക്ക് ചെയ്യാം കേട്ടോ. 3. then 9 മാർക്ക് ചെയ്തോളൂ. 9
9 എന്താണ്? ആൻജിയോ. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വെസൽ. ഓക്കെ, 9 മാർക്ക് ചെയ്യാം. Then 13 13 മാർക്ക് ചെയ്തേ. 13 then 14 മാർക്ക് ചെയ്യാം. 17 18 മാർക്ക് ചെയ്തോ? ആ പേജസിനകത്ത് നമ്മൾ പറഞ്ഞത് ഒരു മിനിറ്റ് പോയിട്ടുണ്ട് കേട്ടോ. 3 6 മാർക്ക് ചെയ്യണം കേട്ടോ. 6 മാർക്ക് ചെയ്യണേ, അധികം മാർക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ നമ്പേഴ്സ് പറയാണ്. 3 6 9 13 14 17 18. ഓക്കെ, ഇത്രയും നമ്പേഴ്സ് മാർക്ക് ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് കിടക്കാം. ഓക്കെ, നെക്സ്റ്റ് പേജില് ഏകദേശം ഒരു 19 തൊട്ട് എത്ര വരെ ഉണ്ട്? 42 വരെ ഉണ്ട് കേട്ടോ. ഓക്കെ, 19 തൊട്ട് 42 വരെയുള്ള പ്രിഫിക്സുകളാണ് സെക്കൻഡ് പേജിനകത്ത് ഉള്ളത്. ആദ്യം ജസ്റ്റ് നമുക്കതൊന്ന് വായിക്കാം, എന്നിട്ട് ലാസ്റ്റ് മാർക്ക് ചെയ്യാം കേട്ടോ. അടുത്ത നോക്കാം, ബ്രാഡി. ബ്രാഡി മീൻസ് ഡൽ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഡൽ. ഇതിലും ഒട്ടുമിക്കത് നമുക്ക് പരിചയം ഉണ്ടാവുന്നില്ല, കാര്യം ഇത് മെഡിക്കൽ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ടേംസുകളാണ് കേട്ടോ. ചിലതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, ബ്രാഡി എന്താണ് മീനിങ്? ഡൽ എന്നാണ്. ക്ഷീണിച്ച എന്നൊക്കെ, ക്ഷീണിച്ച എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ്. ഓക്കെ, പറഞ്ഞാലോ, ബ്രാഡി കാർഡിയ. ഓക്കെ ഓക്കെ, ഡൽ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അടുത്തതാണ് 19 കഴിഞ്ഞ് 22 ആണോന്നാ? അതിൽ ചെറിയൊരു ഇത് വന്നേക്കുന്നതാണ് കേട്ടോ. നമ്പറിൽ മിസ്റ്റേക്ക് വന്നേക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അതങ്ങനെ ഇരുന്നോട്ടെ, നിങ്ങളുടെ അങ്ങനെ തന്നെ കിടന്നോട്ടെ. നമ്മൾ പറയാം, മാർക്ക് ചെയ്യുമ്പോൾ അത് നോട്ട് ചെയ്താൽ മതി കേട്ടോ. 20 എന്താ സംഭവിച്ചെന്ന് 20 മിസ്സിംഗ് ആണ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നോക്കുക, ബ്രാഡി മീൻസ് ഡൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. 17 18 ഒന്നുകൂടി പറയുമോ? 17 18 പറഞ്ഞതാണല്ലോ. 17 എന്താണ്? ബ്ലാസ്റ്റോ. ബ്ലാസ്റ്റോ മീൻസ് എന്താണ്? ജേം ഓർ സെൽ, അണുക്കള്, കോശം എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. Then ബ്ലിഫാറോ, ബിലോങ്ങിങ് ടു എൻ ഐലിഡ്. ഐലിഡ് എന്താണ്? കൺപോള. കൺപോളയുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. ഞാൻ എന്റെ ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ബ്ലിഫാറോ പ്ലാസ്റ്റി, ഇതൊരു കോസ്മെറ്റിക് സർജറി ആണ്. നമ്മുടെ ഈ പറയുന്ന ഐലിഡ് ഉണ്ടല്ലോ, കൺപോളയില് റീഷേപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർജറി ഉണ്ട്, കോസ്മെറ്റിക് സർജറി ആണ് കേട്ടോ. ഓക്കെ, അത്രയും. അടുത്തത് കാൽക്ക് കേട്ടോ. കാൽക്ക് മീൻസ് സ്റ്റോൺ അഥവാ ഹീൽ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സ്റ്റോൺ, ഹീൽ എന്നൊക്കെയുള്ള അർത്ഥമാണ് കാൽക്ക്, കാൽക്കുലസ്. ഓക്കെ, അടുത്തത് കാർഡിയോ. കാർഡിയോ കാർഡിയോ എന്താണ്? ബിലോങ്ങിങ് ടു ഹാർട്ട് ആണ് കേട്ടോ. ബിലോങ്ങിങ് ടു ഹാർട്ട് അറിയാലോ, കാർഡിയോളജി ബിലോങ്ങിങ് ടു ഹാർട്ട് ആണ് അല്ലെ. അതുപോലെ സെഫാലോ. സെഫാലോ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബിലോങ്ങിങ് ടു ഹെഡ് അല്ലെ. നമ്മള് EEG പഠിച്ചിട്ടില്ലേ നിങ്ങള്? ഇലക്ട്രോ എൻസെഫാലോഗ്രാം, ഇലക്ട്രോ എൻസെഫാലോ അല്ലെ, ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നതല്ലേ. സെഫാലോ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹെഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അത്ര ഇരിക്കട്ടെ, ബാക്കി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പൊ അൺമ്യൂട്ട് ചെയ്യാണ്. എന്നിട്ട് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതൊക്കെ വർക്ക് ചെയ്യാം. ടീച്ചർ, ഇവിടെ ഒരു ഗൈഡ് ഉണ്ടല്ലോ. എന്താണ്? അല്ല, ഇതിനെല്ലാം ഒരു ഗൈഡ് ഉണ്ടല്ലോ ടീച്ചർ. ക്ലിയർ ആയില്ല അർജുൻ, എന്താ പറഞ്ഞേ? അല്ല, ഈ ടെസ്റ്റ് കൂടാതെ ഗൈഡ് ഉണ്ടല്ലോ. ഗൈഡ് ഉണ്ടെന്ന് കേട്ടായിരുന്നു. ഈ ടെസ്റ്റ് കൂടാതെ ടെസ്റ്റ് കൂടാതെ ഗൈഡ് ഉണ്ടെന്ന് കേട്ടായിരുന്നു. ഉണ്ട്, ഗൈഡ് ഉണ്ട് കേട്ടോ. അതെപ്പോ തരും? ഗൈഡ് നിങ്ങൾ വാങ്ങണം. ഗൈഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യണം. മനസ്സിലായി.
നിങ്ങൾക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. Thank you, ma'am. Thank you, ma'am.